ഹലോ നമസ്കാരം. നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടില്ലേ? ചില ട്രേഡേഴ്സ് എപ്പോഴും വിജയിക്കുന്നു, മറ്റു ചിലര് സെയിം മിസ്റ്റേക്ക് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതും ഒടുവിൽ പരാജയപ്പെടുന്നതും. ഞാൻ പറയാൻ പോകുന്നത് സ്ട്രാറ്റജിയെ പറ്റിയിട്ടല്ല, ചാർട്ടിനെ പറ്റിയിട്ടുമല്ല, ഈവൻ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് പോലും അല്ല. ഇത് ശരിക്കും നമ്മുടെയൊക്കെ ഉള്ളിൽ നടക്കുന്ന സൈലന്റ് ബാറ്റിൽസിനെ പറ്റിയിട്ടാണ്. ഇറ്റ്സ് യുവർ മൈൻഡ്, ദ അൺസീൻ ഫോഴ്സ്. ട്രേഡിംഗ് സക്സസ് ത്രൂ സൈക്കോളജിക്കൽ ഇൻസൈറ്റ് എന്ന പേരിൽ ഒരു ബുക്ക് എഴുതുകയുണ്ടായി. ഈ ബുക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് തീർച്ചയായും ഓരോ ട്രേഡേഴ്സും നിരന്തരം ഫേസ് ചെയ്യുന്ന ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സ്ട്രഗിൾസിലേക്കാണ്. ഇതിലൊരു ഡാനിയൽ ഉണ്ട്. ട്രേഡിംഗ് അഡിക്ഷൻ മൂലം തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി ഒടുവിൽ അഡിക്ഷൻ ആണ് തന്റെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കി അതിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തി. കൺസിസ്റ്റൻസിയുടെ പവർ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വണ്ടർ വുമൺ ജാനറ്റ്. അതുപോലെ തന്നെ ട്രേഡിംഗ് ഒബ്സഷൻ മൂലം തന്റെ ഹെൽത്തിനെ പൂർണ്ണമായും അവഗണിക്കുകയും ഒടുവിൽ പരാജയം സമ്മതിക്കേണ്ടി വരികയും ചെയ്യുന്ന വിൽഫ്രഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ കഥ. കഥാപാത്രങ്ങളൊക്കെ സാങ്കല്പികമാണെങ്കിലും ഈ കഥകളൊന്നും സാങ്കല്പികമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ പേഴ്സണൽ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന പ്രോബ്ലംസ്, ട്രേഡിംഗ് ലൈഫിൽ അവർ നിരന്തരം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ട്രേഡിംഗ് ലൈഫും അതോടൊപ്പം പേഴ്സണൽ ലൈഫും പാരലായിട്ട് കൊണ്ടുപോകേണ്ടി വരുമ്പോൾ അവരനുഭവിക്കുന്ന നിരന്തര സ്ട്രഗിൾസ് എന്നിവയെല്ലാം നിരന്തരം കേൾക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ബുക്ക് എഴുതാൻ അതെല്ലാം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇതിലെ ഓരോ കഥകളും റിവീൽ ചെയ്യുന്നത് ട്രേഡിംഗ് ബിഹേവിയറിലെ ഹിഡൻ പാറ്റേൺസിനെ പറ്റിയിട്ടാണ്. അതോടൊപ്പം തന്നെ അവയെ ഓവർകം ചെയ്യാനുള്ള വഴികളും. സത്യത്തിൽ ഞാൻ ഈ ബുക്ക് എഴുതാനായിട്ടുള്ള ഒരു പ്രധാന കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിന് പിന്നിലുള്ള വേദനകൾ പലപ്പോഴും ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ട്. പലവിധ കാരണങ്ങൾ മൂലം ഈ ഒരു ഫീൽഡിലേക്ക് വന്ന ആളുകളാവാം നമ്മൾ ഓരോരുത്തരും. അത് സൊസൈറ്റിയിൽ പ്രഷർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാഷൻ ആയിക്കോട്ടെ. ചില ട്രേഡേഴ്സ് വിൻ ചെയ്യുന്നത് കണ്ട് അവരെ റോൾ മോഡൽ ആക്കി ഈ ഒരു പാതയിലേക്ക് വന്ന ആളുകളുമുണ്ട്. ഇതൊരു ഒബ്സഷൻ പോലെ പിന്തുടരുന്ന ആളുകളുമുണ്ട്. എങ്ങനെയായിരുന്നാലും ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത ആളുകൾ മറ്റാരോടും പറയാനാവാതെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ചില അൺകൺട്രോളബിൾ ഇമോഷൻസിനെ പറ്റിയിട്ടാണ്. ഉറക്കമില്ലാത്ത രാത്രികൾ, റിവഞ്ച് ട്രേഡ്സ്, ഇമോഷണൽ റോളർ കോസ്റ്റേഴ്സ്, പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാത്ത ചില നിമിഷങ്ങൾ. ഇത് ശരിക്കും മറ്റൊരു ട്രേഡിംഗ് ബുക്ക് മാത്രമല്ല, ഇതൊരു ഗൈഡാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ മാസ്റ്ററിംഗ് നടത്തേണ്ട ഒന്നിനെ പറ്റിയിട്ടുള്ള ഗൈഡ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും സീസണൽ ട്രേഡർ ആണെങ്കിലും ഈ ബുക്ക് തീർച്ചയായും മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കും, ഒപ്പം നിങ്ങളെയും. താല്പര്യമുള്ളവർക്ക് ബുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. 380 രൂപയാണ് ബുക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതിലെ പല സ്റ്റോറികളും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അവസാനം പറഞ്ഞിരിക്കുന്ന കുറുക്കു വഴികളിലൂടെ തന്നെ ആ പ്രോബ്ലംസിനെ എല്ലാം നിങ്ങൾക്ക് ഓവർകം ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതോടൊപ്പം മെന്റർഷിപ്പിനെ പറ്റിയിട്ട് പറയട്ടെ. നമ്മുടെ മെന്റർഷിപ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. പേഴ്സണൽ കൗൺസിലിംഗ് സെഷൻസ് ഉണ്ട്. മന്ത്ലി സപ്പോർട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ട്രേഡർ എന്നുള്ള രീതിയിൽ ആ ഒരു പ്രൊഫഷനിൽ എത്ര ആത്മാർത്ഥമായിട്ട് നിലനിൽക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും എന്നുള്ളത്. എങ്ങനെയൊക്കെ ആയാലും ഫൈനലി വിജയിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും എയിമും പാഷനും. ഞാൻ പേഴ്സണലി പറയും, ഇതൊരു സേക്രഡ് ആയിട്ടുള്ള പ്രൊഫഷനാണ്. നമ്മുടെ മൈൻഡിനെ മാസ്റ്റർ ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ മാർക്കറ്റിനെ മാസ്റ്റർ ചെയ്യാനും അതിൽ നിന്ന് ഏൺ ചെയ്യാനും സാധിക്കുകയുള്ളൂ. സോ ഇമോഷണൽ കൺട്രോളിംഗ് തന്നെയാണ് ഇതിന്റെയൊക്കെ ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ട്രേഡേഴ്സ്, ഇമോഷണലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, സക്സസ് പോയിന്റിലേക്ക് എത്താൻ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നതെന്തോ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചില അൺകൺട്രോളബിൾ ഇമോഷൻസ് ആണെന്ന് മനസ്സിലാക്കുക. അവയെ മാസ്റ്റർ ചെയ്യാനായിട്ടുള്ള ടെക്നിക്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബുക്കിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് പരിചയമുള്ള മറ്റ് ട്രേഡേഴ്സിന് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. മെന്റൽ ഹെൽത്ത് ബേസിലാണ് നിങ്ങൾ ഒരു ടാർഗറ്റ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഈ ബുക്ക് നിങ്ങളെ തീർച്ചയായും അതിന് സഹായിക്കും. എല്ലാവരും വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഒരു ട്രേഡിംഗ് ജേർണൽ കൂടി നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ജേർണൽ ചെയ്യുക എന്നുള്ളത് വാക്കുകൾക്ക് അതീതമായ ഒരു പ്രോസസ്സാണ് ഫോർ അവർ മെന്റൽ വെൽബീങ്. സോ തിങ്ക് വെൽ ആൻഡ് ഡു വൈസ്ലി.